CK അഭിലാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അഭിലാൽ, ഈ ക്രെയിൻ എപ്പോഴത്തേക്ക്, ഈ കുറച്ചുകൂടി ശേഷിയുള്ള ക്രെയിൻ എപ്പോഴത്തേക്ക് അവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്? രക്ഷാദൗത്യം എപ്പോഴത്തേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും? അത് രണ്ടിടങ്ങളിൽ നിന്നാണ് യന്ത്രസാമഗ്രികൾ എത്തേണ്ടത്. അതിൽ വലിയ ക്രെയിൻ എത്തേണ്ടത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ഈ പത്തനംതിട്ടയിലെ കോന്നിയിലേക്കുള്ള യാത്രയിലാണ് ക്രെയിൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ഒരു 2 മണിക്കൂർ സമയത്തിനുള്ളിൽ ക്രെയിൻ ഇവിടേക്ക് എത്തും. പിന്നീടുള്ളത് ഹിറ്റാച്ചി പോലെയുള്ള മറ്റൊരു വലിയ ഉപകരണമാണ്. അത് എത്തിക്കേണ്ടത് ആലപ്പുഴയിൽ നിന്നാണ്. ജില്ലാ ഭരണകൂടങ്ങൾ തമ്മിൽ അത് സംബന്ധിച്ചുള്ള ആശയവിനിമയം ആയിട്ടുണ്ട്. അങ്ങനെ എങ്കിൽ ഉച്ചയോടുകൂടി മാത്രമേ 2 യന്ത്രസാമഗ്രികളും ഇവിടേക്ക് എത്തുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ചുരുക്കത്തിൽ ഒരുപക്ഷെ വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി ദൗത്യം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 7ലേക്ക് കടക്കുമെന്ന് തന്നെ മാത്രമേ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. പരിപൂർണമായി 9:30യോടുകൂടി ദൗത്യം, ഇന്ന് ആരംഭിച്ച ദൗത്യം നിർത്തിയിരിക്കുന്നു. ഇനി യന്ത്രസാമഗ്രികൾ എത്തിയ ശേഷം മാത്രമേ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ. നിലവിൽ ആദ്യഘട്ടത്തിൽ സംസാരിച്ചിരുന്ന അഭിലാൽ അല്പസമയത്തിനകം ഒരു ക്രെയിൻ അവിടേക്ക് എത്തിക്കും എന്ന് അദ്ദേഹം ഒരു വിവരം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തകരും ആ നിലയിൽ വേഗത്തിൽ യന്ത്രസാമഗ്രികൾ എത്തും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണോ? കരുനാഗപ്പള്ളി എന്നുള്ളത് ദൂരം കണക്കെടുക്കുമ്പോൾ കോന്നിയിൽ നിന്നും ഏറെക്കുറെ 50 കിലോമീറ്റർ അകലെയാണ്. ക്രെയിൻ പോലെയുള്ള യന്ത്രങ്ങൾ റോഡിലൂടെ സഞ്ചരിച്ചെത്തുമ്പോൾ സാധാരണയിലും താഴ്ന്ന വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ ഒരു 3 മണിക്കൂർ സമയമെങ്കിലും കരുനാഗപ്പള്ളിയിൽ നിന്നും ഈ യന്ത്രസാമഗ്രി പുറപ്പെട്ടാൽ കോന്നിയിൽ എത്തിച്ചേരാൻ വേണ്ടിവരും. അങ്ങനെ കണക്കാക്കുമ്പോൾ ഒരുപക്ഷെ 12 മണിയോ അതിനോട് അടുത്ത സമയത്തോ മാത്രമേ യന്ത്രങ്ങൾ എത്തുകയുള്ളൂ. ആലപ്പുഴ കോന്നിയിൽ അപകടം നടന്ന ഈ സ്ഥലവും തമ്മിൽ 85 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ സമയം ആലപ്പുഴയിൽ നിന്നുള്ള യന്ത്രം ഇവിടെ എത്തിച്ചേരാൻ സമയം വേണ്ടി വരും. ചുരുക്കത്തിൽ ഉച്ചയോടുകൂടി മാത്രമേ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 8 മണിയോടുകൂടിയാണ് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം, ദൗത്യത്തിൻ്റെ ഒരു ഏകദേശ രൂപം ലഭ്യമായത്. അത്തരത്തിലൊരു നയരൂപീകരണം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് യന്ത്രങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. കാരണം 30 ടൺ ശേഷിയുള്ള ഭാരം വഹിക്കാൻ കഴിയുന്ന ക്രെയിൻ വേണം. അതിൻ്റെ അന്വേഷണമാണ് ഒടുവിൽ കരുനാഗപ്പള്ളി ചെന്ന് എത്തുകയും അവിടെ നിന്നും ഈ യന്ത്രസാമഗ്രികൾ എത്തിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. ചുരുക്കത്തിൽ ഉച്ചയോടുകൂടിയോ അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ മാത്രമേ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.